സഫാരി ഗിരിഗിരിയിൽ 4-ാമത്തെ ചോദ്യം. നീ ആരാടാ? ഗബ്ബർ സിംഗ് ആണോ? ഇങ്ങനെ ചിരിക്കാൻ. ഈ ഡയലോഗ് സിനിമയിൽ ആരോട് പറയുന്നതാണ്? എ ജനാർദ്ദനൻ ഇന്ദ്രൻസിനോട്, ബി ഹരിശ്രീ അശോകൻ ദിലീപിനോട്, സി നീന കുറുപ്പ് ദിലീപിനോട്. എനിക്കറിയാം. നീന കുറുപ്പ്. സി നീന കുറുപ്പ് ദിലീപിനോട്. സി നീന കുറുപ്പ് ദിലീപും എല്ലാവരും കൂടെ എടുത്തു വെച്ച് ഞാനങ്ങ് പൂട്ടി. ഓക്കെ, ഈ ഭാവി വരനെ കുറിച്ചുള്ളൊരു സങ്കല്പം എന്താണ്? എന്നെ അറിയുന്ന ഒരാളായിരിക്കണം. എല്ലാവർക്കും അറിയാമല്ലോ. അത് തന്നെ. പിന്നെ എന്താ പറയണ്ടേ, അങ്ങനെ സൗന്ദര്യമൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. എന്നെക്കാളും സൗന്ദര്യം കുറഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഹൈറ്റ് എന്നെക്കാളും കുറച്ചുകൂടെ മതി. കുറച്ചുകൂടെ മതിയോ? കുറച്ച് മതി. ഞാൻ ഇപ്പൊ ഇത്രയാണെങ്കിൽ ഇത്രയും മതി. ഇത്രയും മതി. കുറച്ച് കൂടുതലും വേണ്ട, കുറവും വേണ്ട, ആവശ്യത്തിന്. പിന്നെ പിന്നെ എന്താ, പിന്നെ ജോലി വേണം. എന്ത് ജോലി? കഞ്ഞി കുടിച്ച് പോകാൻ പറ്റിയ എന്തെങ്കിലും നല്ല ജോലി. കഞ്ഞി കുടിക്കുന്ന ജോലിയോ? അല്ല, അത്യാവശ്യം നല്ല എന്താ പറയുക, സാലറി കിട്ടുന്ന ഒരു ജോലി. എത്ര സാലറി? ഇപ്പം എന്താ പറയണ്ടേ, അങ്ങനെയൊന്നുമില്ല. അല്ല, എന്നാലും നമുക്ക് ജീവിച്ചു പോണ ഒരു സാലറി ജീവിക്കണം. ഇപ്പൊ ഞാനിപ്പോ ചെയ്യേണ്ട, ഇപ്പൊ കല്യാണം കഴിക്കുന്ന ആളെ വീട്ടിലാണെങ്കിലേ അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, അവരെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, പിന്നെ കുടുംബം നോക്കണമല്ലോ. അപ്പോൾ ഒറ്റ മോനോ ഇനി ആരെങ്കിലും അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിലോ ചിലപ്പോൾ, എന്നാലും മൂത്ത ആളാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ മൂത്ത മോനല്ലേ ആ ഫാമിലി കൊണ്ടുപോകുന്നത്. അപ്പോൾ ശമ്പളം ഒരു 40,000 35,000. 40,000 50,000 വെച്ച് ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ശരി 40,000. പിന്നെ ഓക്കെ, സാലറി 40. പിന്നെ പിന്നെ ഞാൻ ഉണ്ടല്ലോ, അപ്പം 40 ഇല്ലെങ്കിലും കുഴപ്പമില്ല, 30 30 25 കുഴപ്പമില്ല, അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജോലി വേണം. പിന്നെ അതൊന്നും പറ്റില്ല. പിന്നെ നല്ല സ്നേഹിക്കുന്ന ആളായിരിക്കണം, നന്നായിട്ട് സ്നേഹിക്കണം. ഡെയിലി പാട്ടൊക്കെ പാടി തരണോ? അങ്ങനെയൊന്നും വേണ്ട. ഈ പൈങ്കിളി അതിന് ഇഷ്ടമല്ല. കുറച്ച് ആളിച്ച് എന്താ പറയുക, ഞാൻ തെറ്റ് കണ്ട ശിക്ഷിക്കണം, അടിക്കണ്ട, പറഞ്ഞ് മനസ്സിലാക്കി തരണം. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണം? മോളെ ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ നീ അത് പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് വിചാരിച്ചു, എന്തെങ്കിലും മണ്ടത്തരോ പൊട്ടത്തരോ എന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചു, അപ്പോൾ പറയും നീ അങ്ങനെ ചെയ്യില്ല കേട്ടോ, അത് ശരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. പുള്ളിക്ക് ഒരു ദിവസം മുഴുവൻ അത് പറയാനേ നേരം കാണത്തുള്ളൂ, അത് നടക്കില്ല. പിന്നെ വേറെന്താണ്? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് സ്നേഹിക്കാം. പിന്നെ ആവശ്യത്തിന് ഫ്രീഡം ഒക്കെ തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഫീൽഡാണല്ലോ, അപ്പോൾ ചിലപ്പോൾ ഈ ഫീൽഡിനെ പറ്റി ഒന്നും അറിയാത്ത ആളായിരിക്കും. പിന്നെ എന്നെ അഭിനയിക്കാൻ വിടണം. ഓക്കെ. പിന്നെ അപ്പൊ കാലത്ത് എത്ര മണിക്ക് പോകും? ചിലപ്പോ 8 മണിക്ക് പോകും. ഇല്ല, 5:30. രാത്രി എത്ര മണിക്ക് വരും? ഒരു 10. അത് ലേറ്റ് ആവും. 12 മണിയാവും. ഓക്കെ. പിന്നെ അതൊക്കെ അറിയാവുന്ന, ഇപ്പൊ കാലത്ത് 8 മണിക്ക് പോകും, 5:30 മണിക്ക് പോകും. അപ്പൊ പുള്ളി അറിയത്തില്ല, അറിയാം, പറഞ്ഞിട്ടേ പോവുള്ളൂ. അതാ പറഞ്ഞ പുള്ളി ഞാൻ പോകുമ്പോ എന്റെ കൂടെ എന്നെ യാത്രയാക്കണം 5:30 മണിക്ക്. അതെ അതെ, ശരി. എന്നിട്ട് രാത്രി 12 മണിക്ക് വിളിക്കുമ്പോ വരവേറ്റ് കൊണ്ട് കിടക്കില്ല. അങ്ങനെയൊന്നും വേണ്ട. ഞാൻ ഇത്ര സമയത്ത് എത്തുള്ളൂ എന്ന് പറയുമ്പോ പുള്ളി ശരി മോളെ അങ്ങനെയൊന്നും വേണ്ട. അനുമോളെന്നല്ലേ? അതെ, അതുകൊണ്ടാ പറഞ്ഞേ. അല്ല, എന്റെ വീട്ടിലെ പേരായിരിക്കും ചിലപ്പോ വിളിക്കുക, അറിയാൻ പറ്റില്ല. അതെന്താണ്? കാർത്തു. ശരി. അങ്ങനെ അതൊക്കെ തന്നെയാണ്. ഒരാളുണ്ട്. ആരാ? ഞാൻ പറയാം. ഉണ്ടായിരുന്നു ഒരാള്, ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യര്. പുള്ളി മരിച്ചുപോയി. വലിയ സംഗീതജ്ഞനായിരുന്നു. 10, 60, 70, 80 വയസ്സുണ്ട്. മദ്യപിക്കില്ല, പുകവലിക്കില്ല, പെൺപിള്ളേരെ തിരിഞ്ഞു നോക്കുന്നില്ല, വേറൊരു ദുശീലമില്ല. അനുമോളെ വളരെ പൊന്ന് പോലെ നോക്കിക്കോളൂ. അല്ല, ഇങ്ങനെ നോക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ആരാ? അല്ല, എനിക്കും അല്ലാണ്ട് ഒരുപാട് പേര് അറിയാം. എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലേ? എന്നിട്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അവരുടെ അടുത്തൊന്നും ഉള്ളുകൊണ്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. ഭാഗ്യം. ആരാ? അവരുടെ ഭാഗ്യം. സി നീന കുറുപ്പ് ദിലീപിനോട്. ഉത്തരം ശരിയാണ്. എനിക്കിപ്പോ മൊത്തം എത്രയായി?
ഞാൻ ഒരു എനിക്ക് ക്വസ്റ്റ്യൻ മൊത്തം എത്രയാന്ന് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ തെറ്റിച്ചുള്ളൂ. 8,000 രൂപ ആയിട്ടുള്ളൂ ഇതുവരെ. അത് മതി. നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് വലിയ പൈസക്കാരിയാണ്, എനിക്ക് ഭർത്താവിന് പൈസ വേണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ, പിന്നെന്തിനാ പൈസ ചോദിക്കുന്നത്? അടുത്ത സെഗ്മെന്റ് രാജമാണിക്യം. ഒരു ചോദ്യം 10 സെക്കൻഡ്, അയ്യോ, ആരുടെ സഹായമില്ല. ഓക്കെ അല്ലേ? രാജമാണിക്യം ചോദിക്കട്ടെ. പഞ്ചാബി ഹൗസ് എന്ന സിനിമ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ചിത്രത്തിൻ്റെ പേര് എന്തായിരുന്നു? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7, 6, 5, ഞാൻ പറയാം. 4, 3, അതെന്നെയാ പഞ്ചാബി ഹൗസ് തന്നെ ആയിരിക്കും. 1. പഞ്ചാബി ഹൗസ് തന്നെയാണ് ഉറപ്പിച്ചു. അതിനിപ്പോ ഏതിലായാലും അങ്ങനെ തന്നെ ആയിരിക്കൂലേ? തമിഴിലായാലും കന്നഡയായാലും. ഇതിന്റെ ഉത്തരവേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, ഞാൻ പഞ്ചാബി ഹൗസ് എന്ന് തന്നെയാണ്. ആണോ? കറക്റ്റ് ആണോ? അല്ല, എന്നല്ലേ പറഞ്ഞത്. അല്ലേ, എനിക്കറിയില്ല. വേറൊരു കാര്യം, ഇത് തെറ്റിയാൽ ഫുള്ള് പൈസയും പോകും. അയ്യോ അയ്യോ, ആണോ? പഞ്ചാബി ഹൗസ് പറഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷെ ഇത് തെറ്റാണെങ്കിൽ ഒരു പൈസ പോലും ഇല്ല. ഇത്രയും നേരം വന്നിരുന്ന് സംസാരിച്ച മാത്രം മിച്ചം. എൻ്റെ വായിലെ വെള്ളം വറ്റി, എനിക്ക് ക്ഷീണമായി. അയ്യോ. അല്ല, കന്നഡയോട്ട് മാറ്റിയതല്ലേ? കന്നഡ പിന്നെ എന്തോ പേരിടും? ഒന്നുമില്ല, ഞാൻ പറയാം കേട്ടോ. ഈ അനുമോളുണ്ടല്ലോ, പുലിയാണ് കേട്ടാ, പുലി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ സീരിയസ് ആയിട്ട് ഒരു കാര്യമെങ്കിലും പറഞ്ഞില്ലേ തെറ്റല്ലേ? എന്താ? ഇവിടെ വന്നതിലും പറയാം നേടാം എന്ന ഷോയിൽ പങ്കെടുത്തതിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് അനുമോൾ ഫോർ കമ്മിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഉത്തരവെല്ലാം ശരിയായില്ലേ? അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ആ പാട്ടൊന്ന് കേട്ടാ നന്നായിരുന്നു. ഓക്കെ. കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേര് വന്നു. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേര് വന്നു.